ടെക്സ്റ്റ് ബുക്ക് ഒന്നും വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ തന്നെ കുറേ ചെയ്യണം. കുറച്ച് നേരം പഠിച്ചാൽ പോരാ, കുറേ പഠിക്കണം. +1 +2 പഠിക്കുന്ന പോലെ കുറച്ച് നേരം പഠിച്ചാൽ പോരാ, കുറേ നേരം പഠിക്കണം. +1 +2 അല്ല എന്നുള്ളത് നല്ല ബോധം വേണം. അതല്ല കുഴപ്പമില്ല. പ്രീനീറ്റിന്റെ ടൈം ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്തില്ല. ഞാൻ കുറെ കൂളായിട്ട് നിന്ന്. അപ്പൊ നിനക്കൊക്കെ വേണ്ടിയാണ് ഈ വർഷം ഇത് ക്യാൻസൽ ഉണ്ടായത് എന്നുള്ള അല്ലേ? ഇതേ ക്വസ്റ്റ്യൻ മറ്റേ ക്യാൻസൽ ആക്കിയ നീറ്റിനോ ഞാൻ ചെയ്യൂല. കാരണം തെറ്റീനെങ്കിലോ പേടി ഉണ്ടാവും. പക്ഷെ ഇതെനിക്ക് തെറ്റീനെങ്കിലോ എന്നുള്ള പേടി ഇല്ലേനു. ശരിക്കും മാർക്ക് നോക്കാണ്ട് പഠിക്കണം എന്ന് എല്ലാവരും പറയല്. പക്ഷെ എല്ലാവരും മാർക്ക് നോക്കി പോകും. പക്ഷെ മാർക്ക് നോക്കാണ്ട് പഠിച്ചാല് അത്രയും നല്ലതാണ്. കാരണം മാർക്കാണ് നമ്മളെ പാനിക് ആക്കുന്നത്. റിപ്പീറ്റ് ചെയ്തതാണ് ടെൻഷൻ എല്ലാ കോളിണ്ടാക്കി വിളിച്ച് കാര്യല്ല. 2 വർത്താനം ശരിക്കും പറയും. പിന്നെ കരച്ചിട്ട് കരഞ്ഞ പോണപ്പോ മനസ്സിലൊരു വ്യക്തമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഹായ് ഓൾ, നമ്മുടെ കൂടെ ഇന്ന് ഫാത്തിമ നുഹ ഉണ്ട്. കഴിഞ്ഞ ഒരു വർഷം ടോപ്പയുടെ കൂടെ റിപ്പീറ്റ് ചെയ്ത പേഴ്സണാണ്. ആൻഡ് എല്ലാവരും പറയുന്ന പോലെ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ, സാധാരണ ഒരു സ്കൂളിൽ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നീറ്റ് റിപ്പീറ്റിംഗ് ചെന്ന് കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴുള്ള പലരുടെയും ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആൻസർ ആയിട്ടാണ് നുഹ എത്തിയിരിക്കുന്നത്. നുഹ ഈസ് ഫ്രം കണ്ണൂർ. അവരുടെ പാരൻസ് കൂടെ ഉണ്ട്. നുഹ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. ഞാൻ നൂഹ. ടോപ്പൻ്റെ കൂടെ ഒരു വർഷം ഉണ്ടേനു. ഇപ്പൊ എനിക്ക് ഒരു 607 മാർക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ ക്യാച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നുഹ +2 എത്ര മാർക്ക് വാങ്ങിച്ചിട്ടായിരുന്നു? +2 ഞാൻ വെറുതെ എഴുതിയത്. അപ്പോൾ 195 ഉണ്ടേനു. 195. ഈ 195 എന്ന് ഒരു ഇയർ കൊണ്ട് ജമ്പ് ആയത് 607 ആണ്. അതിനിടെ ഒരു നീറ്റും നടന്നിരുന്നു. നീറ്റ് എന്നാണല്ലോ ഇപ്പൊ ഇതിന് നമ്മൾ വിളിക്കുന്നത്. അതിലെങ്ങനെ ഉണ്ടായിരുന്നു? അതില് 610. അതിലെനിക്ക് കിട്ടൂലേനു. ഇതില് കിട്ടേണ്ട മാർക്ക് ഉണ്ട്. അപ്പൊ നിനക്കൊക്കെ വേണ്ടിയാണ് ഈ വർഷം ഇത് ക്യാൻസൽ ഉണ്ടായത് എന്നുള്ള അല്ലേ? പറയാം. ആ സമയം എടുത്ത് നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീനീറ്റിന്റെ ടൈം ശരിക്കും പറഞ്ഞാൽ ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്തില്ല. ഞാൻ കുറെ കൂളായിട്ട് നിന്ന്. നീറ്റിന്റെ ടൈം ആണെങ്കിൽ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചു, കുറെ ഓവറാക്കി നീനും ഭയങ്കര ടെൻഷനായി. അങ്ങനെയാണ് ഞാൻ എക്സാം എഴുതിയത്. ഈ നീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും ഇല്ല എന്നുള്ള ഇതില്. പക്ഷെ റീനീറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി കിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എനിക്ക് കിട്ടാണ്ടായല്ലോ. അതുകൊണ്ട് ഞാൻ കുറെ ടെൻഷൻ ഫ്രീ ആയിട്ടാണ് റീനീറ്റിന്റെ ടൈം ഉണ്ടായത്. വലിയ ഓവറായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അറിയുന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ. ഒരു ഇൻ ഷോർട്ടായി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, എങ്ങനെ ഈ +2 കൂടെയുള്ള 198 സ്കോർ +2 കൂടെ MCQ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. അത് കഴിഞ്ഞ് ഈ ഒരു വേർഡിലേക്ക് പെട്ടെന്ന് ഒരു വർഷത്തേക്ക് എടുത്തത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ട്രാൻസിഷൻ? ആൻഡ് എങ്ങനെ അതിന്ന് ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റി? ഞാൻ തന്നെ എൻ്റെ ഇത് ഗ്രോത്ത് കാണണ്ടേനു. ഞങ്ങൾക്ക് ഫസ്റ്റ് ടോപ്പ് വന്നിട്ട് എക്സാം എടുക്കുമ്പോൾ 300 അങ്ങനെ 378 അങ്ങനെയല്ലേ കിട്ടുന്നുണ്ടായിട്ടുള്ളൂ. പിന്നെ 400 720 ഗ്രാൻഡ് എക്സാമിനുള്ള അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ ഫറോക്ക് ഗേൾസിലായിരുന്നു. അന്നേരം അത്ര കിട്ടുന്നുണ്ടായിട്ടുള്ളൂ. പിന്നെ 400 ആയി. പിന്നെ കുറെ കാലം 400 തന്നെയായിരുന്നു. പിന്നെ റിവിഷൻ ആകുമ്പോൾ 500 ആയി. അങ്ങനെ ഞാൻ തന്നെ കാണുന്നതേനു. അപ്പോൾ 300 കിട്ടുമ്പോൾ ഞാൻ അത്രേ പണിയെടുത്തിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായി ഇത്ര ഇങ്ങനെ ചെയ്താൽ 300 കിട്ടൂ. എനിക്ക് കുറച്ചുകൂടി കിട്ടണേ, കുറച്ചുകൂടി ചെയ്യണം. ഞാൻ കുറച്ചുകൂടി ചെയ്തു. അങ്ങനെ ഒരു ഡിസംബർ ഒക്കെ ആവുന്ന സമയത്ത് കഴിഞ്ഞ വർഷം എത്ര ഉണ്ടായിരുന്നു മാർക്കൊക്കെ? ഡിസംബറിൽ നമുക്ക് 300 ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഈ പറഞ്ഞ എല്ലാവരും ചെയ്യുന്ന ഒരു വിഷമം തോന്നൂലേ? കാരണം എനിക്ക് നവംബറിൽ 400 സംതിങ് ഉണ്ടായിരുന്നു. ഡിസംബറിലെ ഗ്രാൻഡ് എക്സാമിന് 351 അങ്ങനെ എന്തോ ഒരു ചെറിയ ലീവിന്റെ ടൈമാണ് ആ എക്സാം ഉണ്ടായി. അപ്പൊ എനിക്ക് വീട്ടിൽ വരേണ്ടത് മാത്രമേ ഓർമ്മയുണ്ടാവും. പഠിച്ചതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ആ ഒരു ബേജാറിൽ ഞാൻ അങ്ങനെ എന്തെല്ലോ കൊളായിപ്പോയി. ഞാൻ ഉമ്മാനോട് പറഞ്ഞു ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എനിക്കൊന്നും എഴുതാൻ പറ്റിയിട്ടില്ല, എല്ലാം മറന്നു. കാരണം എല്ലാം മറന്നു പോയി. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഡിസംബർ ആകുമ്പോഴത്തേക്ക് കുറെ ചാപ്റ്റർ ആയിട്ടേ. അപ്പൊ ഫസ്റ്റ് പഠിച്ചതെല്ലാം ലോസ് ഓഫ് മോഷന്റെ എക്സാമിന് തോന്നും. അപ്പോൾ അതെല്ലാം പഠിച്ച് ഫസ്റ്റത്തേലും മറന്നുപോയി. അങ്ങനെ ഡിസംബർ ആകുമ്പോഴത്തേക്ക് പിന്നെ വിചാരിച്ച് ഡിസംബർ ആയി, പിന്നെ ഇത്രയേ ഉള്ളൂ, ഇനിയിപ്പോൾ 4 മാസം കൊണ്ട് വരെ അത്ഭുതം സംഭവിക്കൂലെന്ന് വിചാരിച്ച. പക്ഷെ ഞാൻ പഠിച്ചതിന്. അപ്പോൾ എന്താണ് ആ സമയത്ത് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി തന്നത്? ഇപ്പം +2 കൂടെ എഴുതി 198, ഒരു 4 മാസം റീനീറ്റ് റിപ്പീറ്റ് ചെയ്ത് കുറച്ചുകൂടി ഒരു 300 എത്തിയിട്ടുള്ളൂ. ഇനി ഒരു 4 മാസമൊക്കെ ഉള്ളൂ എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികളും പാനിക് ആവാറുണ്ട്. നീയും ആയിട്ടുണ്ട്, നീ ഒരു ഇതൊക്കെ പാനിക് ആയിട്ടുണ്ട്. എന്താ ഓവർകം ചെയ്യാൻ പറ്റിയത്? മേ ബി പുതിയ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്ത് ആലോചിക്കുന്നതാണ് നല്ലത്? ഞാൻ പഠിച്ചിനു അതുവരെ, പക്ഷെ മാർക്കില്ലാന്നേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാം എൻ്റെ തലയിലുണ്ട്, അത് എഴുതാൻ പറ്റായിട്ടുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് വലിയൊരു മാർക്ക് പുറത്തു വരാൻ കുറച്ചുകൂടി സമയം എടുക്കുന്ന കുട്ടികൾ മനസ്സിലാക്കാം അല്ലേ? ഞാൻ നല്ലോണം പഠിച്ചിന്, അതും കുറപ്പുണ്ട്. ഞാൻ ഡിസംബർ വരെ ഞാൻ ജൂലൈ മാത്രമേ ഞാൻ കുറെ കളിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാ ഇതാക്കണ്ടേ. ഒരു ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഉറങ്ങരുത്, പഠിക്കണം, രാവിലെ എണീക്കാനില്ല. അങ്ങനെ ഓഗസ്റ്റ് എല്ലാം ഉറങ്ങരുത് എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ എല്ലാം ഉറങ്ങും. ഞാൻ എപ്പോഴും ഞാൻ 11 മണിക്ക് 12 മണിക്കെല്ലാം ഉറങ്ങും. രാവിലെ മോർണിംഗ് മീറ്റിന്റെ ടൈം എണീക്കും. പിന്നെ ബുക്ക് തുറക്കും. ബുക്ക് ഉണ്ടാലേ ഉറക്കം വരും. കാരണം +2 കഴിഞ്ഞ് കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ചേർന്നത്. ജൂണിലാണല്ലോ ചേർന്നത്. അപ്പൊ 2 മാസത്തോളം വീട്ടിൽ നിന്ന് ഉറങ്ങി തന്നെ ഒരു ശീലാണ്. അല്ലാണ്ട് ആള് തെറ്റിദ്ധരിക്കേണ്ട റെഗുലർ ആയിട്ട് ഉറക്കല്ല.
അല്ല കോംപ്രമൈസ് ചെയ്തത്, അധികമായിട്ടുള്ള ഉറക്കം ഒഴിവാക്കണം എന്നുള്ളത്. കുറേ ഉറങ്ങണം, എത്ര ഉറങ്ങിയാലും എനിക്ക് ഉറക്കം മതിയാവില്ല. എനിക്ക് മനസ്സിലായി ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഞാൻ 11 മണിക്കുള്ള ക്ലാസ്സിന് എണീച്ച് താഴത്തോട്ട് ഉറങ്ങും. പിന്നെ ഉച്ചക്ക് ചോറ് കഴിക്കാൻ എനിക്ക് ചോറ് വെച്ചിട്ട് പിന്നെ ഉറങ്ങാനായിട്ട് പോയപ്പോഴാണ് ജൂലൈ ഉണ്ടായി. അപ്പൊ ജൂലൈയിലൊന്നും മാർക്കില്ല, ജൂലൈയിൽ റാങ്ക് ലിസ്റ്റിന് അടിയില്ല. അന്നേരം ഞാൻ വിചാരിച്ചു, അന്നേരം എനിക്ക് മനസ്സിലായി. അല്ല, ഫറൂഖിലെ ക്യാമ്പസിലെ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ അടിയിലാന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാവും? ലാസ്റ്റ് പേജിന്റെ മുമ്പത്തെ പേജിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് പേജിൽ ഏതെല്ലാം എക്സാം ലാസ്റ്റ് പേജിൽ 150 ഒക്കെ റേഞ്ചിൽ. ലാസ്റ്റ് പേജിന്റെ മുമ്പത്തെ പേജ് അങ്ങനല്ല. പിന്നെ ഞാൻ തന്നെ കണ്ടു, ഞാൻ കേറുന്നത് കണ്ടു പഠിക്കുമ്പോൾ കേറുന്നത് കാണുമ്പോൾ പഠിക്കാൻ കുറച്ചുകൂടി ആവേശം വരും. പഠിച്ചാൽ കിട്ടുന്നത് മനസ്സിലായി. പിന്നെ ഏതോ ഒരു എക്സാമിന് ഫസ്റ്റ് പേജിൽ വന്നു. ശരിക്കും ഫസ്റ്റ് അല്ല, ഫസ്റ്റ് പേജിൽ വന്നു. ഫസ്റ്റ് പേജിൽ ലാസ്റ്റ് കണ്ടോ വന്നത്, പക്ഷെ ഫസ്റ്റ് പേജിൽ വന്നല്ലോ. പഠിക്കാണ്ട് റാങ്ക് ലിസ്റ്റിൽ പേര് കണ്ടല്ലോ. അല്ലെങ്കിൽ എപ്പോഴും ലാസ്റ്റ് എടുത്ത് നോക്കും. പിന്നെ തെർമോഡൈനാമിക്സിന്റെ എക്സാമിലും തോന്നുന്നു ഞാൻ ഫസ്റ്റ് പേജിൽ വന്നു. അതാണ് ആദ്യമായിട്ട് ഫസ്റ്റ് പേജിൽ വന്നത്. എനിക്ക് അത്ഭുതമായി. എന്റെ ചങ്ങായിമാർക്കല്ല ഇതെന്താ എനിക്കൊരു ഇതായോ പഠിക്കുമ്പോ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ടെന്നല്ലേ. പക്ഷെ അതിന് സമയം കൊടുക്കണം അല്ലേ? എല്ലാവർക്കും ക്ഷമ ഉണ്ടാവില്ലല്ലോ. എന്ത് ചെയ്യും അതിന്? ക്ഷമിച്ച് ശരിക്കും മാർക്ക് നോക്കാണ്ട് പഠിക്കണം എന്ന് എല്ലാവരും പറയല്. പക്ഷെ എല്ലാവരും മാർക്ക് നോക്കി പോകും. മാർക്ക് നോക്കാണ്ട് പഠിച്ചാല് അത്രയും നല്ലതാണ്. കാരണം മാർക്കാണ് നമ്മളെ പാനിക് ആക്കുന്നത്. യെസ്, മാർക്ക് ഒരു എന്താ പറയാ, നമുക്കൊരു പെർഫോമൻസ് ആങ്സൈറ്റി കൊണ്ടുവരും. എത്തൂലല്ലോ എന്നുള്ള ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവരും. നമ്മളെപ്പോഴും ഗ്രാഫൊക്കെ പഠിച്ച് പറയാറില്ലേ, ഒന്ന് ഡിപ്പായിട്ടേ അങ്ങ് മുകളിലോട്ട് വരുള്ളൂ. അതേപോലെ തന്നെയാണ് അത്. ഏകദേശം ആ ഒരു ടേണിൽ വരും. നമുക്ക് ചിലപ്പോൾ ഇനീഷ്യൽ കോൺഫിഡൻസ്, പിന്നെ നല്ലൊരു ഡിപ്പിലേക്ക് പോകും. അത് കഴിഞ്ഞാണ് മൊത്തത്തിൽ ഇമ്പ്രൂവ് ആവുകയുള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ആവുന്നെന്ന് തോന്നിയത്? നമ്മളിപ്പോൾ പഠിച്ചതിന്റെ എഫക്റ്റ് നമുക്ക് കുറെ കഴിഞ്ഞാലായിരിക്കും ഉണ്ടാവുക. അത് തലേ സ്റ്റോർ ചെയ്ത് വെച്ച് ഇപ്പോൾ എപ്പോ പഠിച്ച ലോസ് ഓഫ് മോഷനല്ലോ നീറ്റ് വരെ ഓർമ്മ ഉണ്ടാവണമെങ്കിൽ അത് നീറ്റിനായിരിക്കും ചിലപ്പോൾ അന്ന് പഠിച്ചതിന്റെ ഇത് കിട്ടിയിട്ടുണ്ടാവുക. എപ്പോ നമ്മളത് റീകളക്ട് ചെയ്താൽ മതി. ഓക്കെ. ആ സമയത്തൊക്കെ പാരന്റ്സ് ഒക്കെ എത്ര സപ്പോർട്ടിങ് ആയിരുന്നു? നല്ല മാർക്ക് കുറഞ്ഞിരിക്കുന്ന സമയത്ത് എങ്ങനെ ക്വസ്റ്റ്യൻ എളുപ്പമായിരുന്നു. എക്സാം കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഫുൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എക്സാമിന് എഴുതാൻ പറ്റുന്നില്ല. അത് കേൾക്കുമ്പോൾ ഞങ്ങളിത് സ്ഥിരമായിട്ട് മീറ്റിംഗിൽ പറയുന്ന കാര്യമാണ് അല്ലേ. എക്സാമിന് എഴുതാൻ പറ്റൂല, പക്ഷെ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇതെന്താ അങ്ങനെ ചോദിച്ചില്ലേ? അല്ല, അന്നേരം എനിക്കറിയാം ഇവക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ ആൻസർ ഷീറ്റിൽ എത്തിക്കാനുള്ള കഴിവ് കിട്ടുന്നില്ല. അതിനിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നിങ്ങനെ ഞാൻ പറയും. ടെൻഷന് എല്ലാം ഉമ്മയാണ് നീറ്റ് എൻ്റെ റിപ്പീറ്റ് ചെയ്യും. ഉമ്മനോട് 4-5 ക്വസ്റ്റ്യൻ കെമിസ്ട്രി ഫിസിക്സ് വെച്ചാൽ കിട്ടുമോ? എത്ര ക്വസ്റ്റ്യൻ, എത്ര ടോട്ടൽ മാർക്ക് എത്ര? 720. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട് ഫിസിക്സ്? 150. ഫിസിക്സിലോ? ഫിസിക്സിൽ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? അതിനാ നോക്കിയില്ല. ടോട്ടൽ 150 എന്നുള്ളത്. അല്ല, ഇവളിങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഡിസംബർ ഒക്കെ ആകുമ്പോൾ പറഞ്ഞില്ലേ 300 എത്തിയിട്ടുള്ളൂ, പ്ലസ് ടുനോട് 190. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നി എന്തായിരുന്നു? അല്ല, ഇവളിങ്ങനെ കയറി കുറച്ച് കയറുമ്പോൾ ഞാൻ വിചാരിക്കുന്ന നോക്ക് എന്തായാലും കിട്ടുമോ, അതിനുള്ള കഴിവുണ്ട്. ഓരോരൊക്കെ വിളിച്ച് കരയും, കാണുന്നില്ല. എല്ലാ ക്വാളിറ്റി ഓള് കരയില്ല, കരഞ്ഞിട്ടേ ഫോൺ വെക്കും. അപ്പൊ ഞാൻ പറയും കുറച്ചുകൂടി കയറുന്നുണ്ടല്ലോ, ഇപ്രാവശ്യം കുറച്ച് മാർക്ക് കൂടുതലുണ്ടല്ലോ, അപ്പൊ അയ്യാവുമായിരിക്കും എന്നറിയിങ്ങനെ പറയൂ. എങ്ങനെയാണ് പറയുന്നത്? അല്ല, കുറച്ചും കൂടി ഹൈ ആവുമായിരിക്കും, കുറച്ചുകൂടി ഹൈ ആയിട്ട് മാർക്ക് കിട്ടുമായിരിക്കും എന്നുള്ളത് കണ്ടിന്യൂ ചെയ്യാറുണ്ട്. നമുക്ക് ടെൻഷൻസ് ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത്? നല്ല ടെൻഷനൊക്കെ തോന്നിയിട്ടുണ്ടോ? എല്ലാ കോളിണ്ടാക്കി വിളിച്ച് കരയില്ല. 2 വർത്താനം ശരിക്കും പറയും. പിന്നെ കരച്ചിന്റെ ഫോണൊക്കെ മോർണിംഗ് മീറ്റിംഗ് ഉമ്മ കേൾക്കാറുണ്ടോ? മോർണിംഗ് മീറ്റിംഗ് അത്യാവശ്യം കേൾക്കാണ്ട്. പിന്നെ ഇവിടെ സ്കൂൾ ടൈം ആയിരിക്കൂല, അപ്പൊ ഓരോന്നെല്ലാം മിസ് ചെയ്യും. ബാക്കി കേട്ട് അവള് കാര്യമ്പോ നിങ്ങൾ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുക്കാറുണ്ടോ? അവള് കരയുന്ന സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഉപദേശം കൊടുക്കാറുണ്ടോ? ഞാൻ ഇവളോട് പറയും മാർക്ക് കൂടുമായിരിക്കും, ടെൻഷൻ അടിക്കണ്ട, ടെൻഷൻ അടിച്ചിട്ട് കുറക്കണ്ടെന്നാ പറയാ. വെറുതെ തലവേദന വന്നിട്ട് വെറുതെ. അവൾക്ക് ഈ ആഗ്രഹം എപ്പോ വന്നതാ? പ്ലസ് ടു കഴിഞ്ഞാരാണ്. പ്ലസ് ടുലൊക്കെ മാർക്ക് ഉണ്ടോ? പ്ലസ് ടു വരെ ഫുള്ളാണ്, ക്ലാസ് ഫസ്റ്റ്. ക്ലാസ് ഫസ്റ്റ്. അത് കഴിഞ്ഞ് സെന്ററിൽ കോച്ചിങ് ജോയിൻ ചെയ്തപ്പോ ഫസ്റ്റ് പോയിട്ട് ലാസ്റ്റ് ഫസ്റ്റ് ആയല്ലേ? പിന്നെ ഓൾ ഫസ്റ്റ് പേജിൽ എത്തിയാലും പിന്നെ ഓൾ ഫസ്റ്റ് തന്നെ വരാൻ തുടങ്ങി. പിന്നെ 3-4 ഫറൂഖിന് 3ാമത്തെ കുട്ടി 4ാമത്തെ കുട്ടിയിലേക്ക് തന്നെ വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഓൾ KG2 എടുത്തത്. വേറെ ക്യാമ്പസിലേക്ക് ലാസ്റ്റ് സമയത്തേക്ക് മാറ്റിയിട്ടുണ്ടായി. മാർച്ചിലെ ഫെബ്രുവരി റിവിഷന്റെ എൻഡിലേക്കാണ് പ്രൊമോഷൻ കൊടുത്ത് വേറെ ബാച്ചിലേക്കൊക്കെ മാറ്റി. അപ്പൊ അവൾക്ക് ആടെ എത്തിയായിരുന്നു തന്നെ കുറച്ചും കൂടി ഒരു കോൺഫിഡന്റ് ആയി. കുറച്ചും കൂടി എയിംസ് ബാച്ചിൽ എത്തിയല്ലോ എന്നുള്ള. എല്ലാം പഠിക്കുന്ന കുട്ടികളല്ലേ, എല്ലാം ഇന്റഗ്രേറ്റഡ് ആയ കുട്ടികളല്ലേ, അതൊക്കെ കുറച്ചും കൂടി. അപ്പൊ സാധാ സ്കൂളിൽ നിന്ന് പഠിച്ചതൊന്ന് കുട്ടി അതിലേക്ക് ഇമ്പ്രൂവ് ആയി എന്നുള്ള ആ ഫീല് കിട്ടിയിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ തന്നെ ഉണ്ടോ? കുട്ടികൾക്ക് മേ ബി പഠിക്കുന്നത് നന്നായിരിക്കും, എത്രത്തോളം പ്രാധാന്യമുണ്ട് +1 +2 ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂളിലോ സാധാ സ്കൂളിലോ പഠിക്കുന്നത്? നിങ്ങളായിട്ട് ഒരു അഭിപ്രായത്തിൽ എന്ത്? നല്ലോണം ഇതുണ്ട് ശരിക്കും പറഞ്ഞാൽ. +1 +2 ഒപ്പം തന്നെ ഇത് പഠിച്ചു പോയാൽ
റിപ്പീറ്റ് ഒന്നും ഇല്ലാണ്ട് കിട്ടുമായിരിക്കും എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ തന്നെ പോയാൽ പോരെ. ഇതിപ്പോ ഞാൻ +1 +2 ഒന്നും ഇല്ലാണ്ട് പഠിച്ച് കയറിയോണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ ഫസ്റ്റിലും അത്രയും ഡൗൺ ആണല്ലോ. അപ്പോൾ +1 +2 ഇപ്പം തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടും ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്രത്തോളം ചെയ്യണം. ഇപ്പോൾ +1 +2 ഇപ്പം ആയിക്കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്കിപ്പോൾ അറിയില്ല ഇതിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടാണ് കിട്ടേണ്ടത്. മെൻറ്റേഴ്സ് ഒന്ന് പറയും, പക്ഷെ അത് എനിക്ക് സ്വന്തമായിട്ട് അനുഭവിച്ചാലേ അതിങ്ങനെയാന്ന് മനസ്സിലാവും. ഒരു ഇപ്പം ഡിപ്പ് വന്നതാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയത്. അതേപോലെ ഇങ്ങനെയാണ് പാത്ത് വേ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞാലും നമുക്ക് അത് സ്വന്തമായി അനുഭവിക്കണം. ആ പാത്ത് വേ കൂടെ പോകണം നമ്മളല്ലേ. എനക്ക് അങ്ങനെ ഉണ്ടോന്ന്. അങ്ങനെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഇപ്പൊ മെന്റേഴ്സ് ഒന്ന് ഫസ്റ്റിലേ പറയും ക്വസ്റ്റ്യൻ ചെയ്യണം അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഒന്നും എന്ത് ക്വസ്റ്റ്യനോ എടുത്ത ക്വസ്റ്റ്യനോ ഒന്നും അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ ഇങ്ങനെ സാറുമാരും ഇങ്ങനെ പഠിക്കുമ്പോൾ കിട്ടുന്നതെന്ന് ആദ്യം വിചാരിച്ചു പോയി അല്ലേ, വെറുതെ വായിക്കുമ്പോഴൊക്കെ കിട്ടും. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് പീക്ക് ആവുമ്പോഴാണ് വരില്ലേ അല്ലേ. +2 സാധാ സ്കൂളിൽ പഠിച്ച കുട്ടീനോട് ഒരു 3 ഉപദേശം പറയണ്ടെങ്കിൽ എന്തായിട്ട് പറയും? +1 +2 പോലെ എല്ലാ നീറ്റ്. പിന്നെ എന്താ, ടെക്സ്റ്റ് ബുക്ക് ഒന്നും വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ക്വസ്റ്റ്യൻ തന്നെ കുറെ ചെയ്യണം. കുറച്ച് നേരം പഠിച്ചാൽ പോരാ, കുറെ പഠിക്കണം. +1 +2 പഠിക്കുന്ന പോലെ കുറച്ച് നേരം പഠിച്ചാൽ പോരാ, കുറേ നേരം പഠിക്കണം. +1 +2 അല്ല എന്നുള്ളത് നല്ല ബോധം വേണം. അതല്ല കുഴപ്പമില്ല. എന്നാലും ഒരു പോയിന്റ് കൂടി പറയും. ഒരു പോയിന്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ ക്ലോസ് ഫ്രണ്ടിന് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക. സമയം കളയറ് അങ്ങനെയൊന്നും കളിക്കാൻ നിൽക്കരുത്. +1 +2 പോലെ ഒന്നും കളിക്കാൻ നിൽക്കരുത്. പക്ഷെ കുട്ടികളാവുമ്പോ അങ്ങനെ അറിയാണ്ട് കുറച്ച് കളിച്ചു പോകൂലേ. കുറച്ചു നേരം കളിക്കാറല്ലോ. കളിക്കണ്ട, കളിച്ചിട്ടേ ഇല്ല. നന്നായി ഇരുന്ന് പഠിച്ചിട്ടുണ്ടോ? വീട്ടിൽ വരും പഠിക്കാറുണ്ടോ? ഇല്ല. വീട്ടിൽ വന്നതുകൊണ്ട് ഉമ്മ പറയും വരണ്ട, വെറുതെ എന്തിനാ വീട്ടിലേക്ക് വരണം. വീട്ടിൽ വന്നാല് ഞാൻ ഒന്നും നോക്കൂല. ഇവളുള്ളതുകൊണ്ട് തന്നെ ബുക്ക് എടുത്ത് പോയാലും ഉമ്മ പറയും എന്തിനാ വെറുതെ. ഇവളെ കൂടെ കളിച്ചിരിക്കോ? ആണോ? എപ്പെങ്കിലും ഇവളെ കാണും അന്നേരം. നിങ്ങള് നല്ല കമ്പനിയാ? അന്നേരം കമ്പനിയാണ്. ഇപ്പം പിന്നെ വീട്ടിൽ തന്നെ ആയതുകൊണ്ട്. ഓക്കെ. വീട്ടിൽ ഫാമിലി വേറെ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? അപ്പോൾ അവള് ഫസ്റ്റ് ഒരു റിസൾട്ടിലേക്കൊക്കെ വർക്ക് ചെയ്തെത്തിയ ചെറുപ്പം മുതലേ നന്നായി വർക്ക് ചെയ്യാനോ ഹാർഡ് വർക്ക് ചെയ്യാനൊക്കെ ബിൽഡിംഗ് ആയിട്ടുള്ള ആളാണ്. ഫസ്റ്റ് LKG മുതൽ അവള് പഠിക്കുന്ന കാര്യത്തിൽ നമ്മളൊന്നും ബെറ്ററാക്കണം. ഓളെ കാര്യങ്ങളെല്ലാം ചെയ്ത് മുമ്പോട്ട് പോയിക്കോളും. എന്നാലും അങ്ങനെ പോകുന്ന ഒരു കുട്ടിയും ഒരു ക്യാമ്പസിലേക്ക് വന്ന് നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് 5 പേജുള്ള റാങ്ക് ലിസ്റ്റ് ഇടുമ്പോൾ 4ാമത്തെ പേജിലാണ് ഉണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ 5 പേജല്ല തോന്നണല്ലേ, 8 പേജോ? അല്ല, നമ്മൾ ഈ നീറ്റ് റിപ്പീറ്റൊക്കെ വരുമ്പം തന്നെ നമ്മൾ പോയി റിപ്പീറ്റ് ചെയ്ത ആൾക്കാരെല്ലാം പറഞ്ഞു പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സെക്കൻഡ് തേർഡ് അങ്ങനെ താല്പര്യം അബ്രോഡ് പോകുന്നത് വരെയാന്ന് പറഞ്ഞത്. MBBS അതാവുമ്പോൾ കുറച്ച് സൗകര്യമാണ്, ഇതേമാതിരി ടെൻഷൻ ആവണ്ട. നമുക്ക് ലാസ്റ്റ് പേജ് അങ്ങനെ ടെൻഷൻ വന്നിട്ടില്ല. എന്താ ഒരു പാരന്റ് എന്നുള്ള രൂപത്തിലേക്ക് അങ്ങനെയുള്ള കുട്ടികളെ അങ്ങനെയുള്ള പാരന്റ്സിനോട് നിങ്ങൾക്ക് എന്താ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അത് പഠിക്കുന്ന കുട്ടികളുണ്ടാവും, ഇതേപോലെ ചെയ്ത പോലത്തെ ബുദ്ധിമുട്ടുണ്ടാവും. ചെയ്താൽ കിട്ടും. ഞാൻ അതനുഭവം ഒരു മനസ്സിലൊരു വ്യക്തമായ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത് ഉറപ്പാണ്. അതിനനുഭവനോട് പറഞ്ഞു ഇനി ഒരു മനസ്സിലൊരു തീരുമാനമാണ് ഇന്ന ഇടം വരെ എത്തിച്ചത്. അപ്പോൾ അത് വാങ്ങിച്ചെടുക്കുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് MBBS ഇവിടുത്തെ പേഷ്യൻസിനെ നോക്കി പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ് അല്ലേ. നമ്മൾ എവിടെ പോയെങ്കിലും ക്യാഷ് ഉണ്ടാക്കിയൊരു സൊല്യൂഷൻ അല്ലല്ലോ, ഹാർഡ് വർക്കാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്നുണ്ടാക്കിയപ്പോൾ അത് ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള കുട്ടിയൊക്കെ അങ്ങനെ ട്രൈ ചെയ്യാൻ തന്നെയാണ് നിങ്ങൾ പറയാം. നമ്മളെല്ലാവരും നമ്മളോട് പറഞ്ഞു നമ്മളാണെങ്കിൽ കുറച്ചും കൂടി വിദ്യാഭ്യാസം വെക്കും എന്നല്ലാണ്ട് ഒരു വർഷം നമുക്ക് നഷ്ടമാവില്ല, ഇതിന് അടുത്ത പഠിപ്പിന് കുറച്ചും കൂടി ഇതിനെ കൊണ്ട് ഉപകാരം ഉണ്ടാവുന്ന ഇവളോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് നീറ്റിലേക്ക് അയച്ചത്. ഇത്ര ഒരു കൊല്ലം പഠിച്ചില്ലേ. എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരുവിധം ഇന്റർവ്യൂലൊക്കെ നമ്മളിപ്പോൾ ക്യാമറനെ ഇവിടെ കാര്യങ്ങൾ തന്നെ ഹാൻഡിൽ ചെയ്യുന്ന പേഴ്സണോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഒരുവിധം കുട്ടികളൊക്കെ പറഞ്ഞത് ഇതേമാതിരി പാരൻസ് പറഞ്ഞ കുട്ടികൾക്കാണ് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയത്. അതായത് നീ കിട്ടിയിട്ടില്ലെങ്കിലും നീ നന്നായി പണിയെടുത്തോ എന്നുള്ള കോൺഫിഡൻസ് പാരൻസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന കുട്ടികൾക്ക് ഒന്നുകൂടി ഫ്രീഡം ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അല്ലേ. എന്തായാലും വാങ്ങിച്ചു പോവാന്ന് പറയുന്നതിനേക്കാളും നീ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്ത കുട്ടികളാണ് കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ ഒബ്സർവേഷനും. കുറച്ച് കുട്ടികളെ ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് പേജ് എത്തിയിട്ടും അങ്ങനെ വലിയ ടെൻഷനൊന്നും ഇല്ല. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കേട്ടതാണല്ലോ കിട്ടൂല. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് പോണ്ട എന്ന് പറഞ്ഞവരോടൊക്കെ മാർക്ക് കിട്ടിയപ്പം എന്ത് പറഞ്ഞു തിരിച്ചു വന്ന് മാർക്ക് പറഞ്ഞു കൊടുത്തോ? റിസൾട്ട് വന്നിട്ട് തന്നെ പറഞ്ഞു കൊടുക്കണം. ആ ഹോപ്പ്, അതായത് വർക്ക് ചെയ്താൽ ഒരു സാധനം ഫീസിബിൾ ആണ് എന്നുള്ളത് മനസ്സിലൊരു ശക്തമായ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും കൊണ്ടു. ഞാൻ ഇവളോട് പറഞ്ഞു നമുക്കൊരു അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അത് എന്തായാലും നമ്മളെ ഹാർഡ് വർക്ക് എന്താണോ അത് പഠിച്ചോണ്ട് തരും. ഓക്കെ. ഇപ്പോൾ ഉമ്മ ചോദിക്കുകയാണ്, ഉമ്മനോട് വേറൊരു റിലേറ്റീവിലൊരു കുട്ടിയോ അല്ലെങ്കിൽ തന്നെ ഇവിടെ താഴെ ഒരു മോളുണ്ട് വിചാരിക്കുക, അവൾക്ക് ഇതേപോലെ ആഗ്രഹമുണ്ട് പഠിക്കാനൊക്കെ, +2 സാധാ സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്, ഇപ്പം പഠിക്കുകയാണെന്ന് വിചാരിക്കുക.
അങ്ങനെയാണെങ്കിൽ അവൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു കൊടുക്കും, +2 കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കും ഉമ്മാൻ്റെ എക്സ്പീരിയൻസിൽ? ഫസ്റ്റ് ഓളെ ആഗ്രഹം എന്താണോ അത് ചോദിക്കൂ. അപ്പോൾ ഇവളായിട്ടാണ് ഈ ആഗ്രഹം മുന്നോട്ട് വെച്ചിന്, എനിക്ക് നീറ്റ് റിപ്പീറ്റിന് പോയാലോ എന്നുള്ളത്. അപ്പോൾ ഓളെ ആഗ്രഹം എന്താ ചോദിക്കും, അതിനനുസരിച്ചിട്ട് മുമ്പോട്ട് പോകും. അപ്പം എൻ്റെ മൂത്ത മോൾ ഇപ്പം ഡിഗ്രി കഴിഞ്ഞിട്ടാണ് SCCA പഠിച്ചത്. ഓൾ ഡിഗ്രിക്ക് ഓളെ കോളേജിൽ ഓളാണ് റാങ്കുണ്ട്, ഓളാണ് ഫസ്റ്റ്. ഓളെ മണ് SCCA പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓളതിന് നേടെ കോഴിക്കോട് കൊണ്ടാണ്ട് ചേർത്ത്. അവിടെ താല്പര്യം, കുട്ടികളുടെ താല്പര്യം എന്തായാലും നോക്കണം എന്നാണ്. താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കും പഠന സംബന്ധമായിട്ടുള്ള കാര്യം? ഇവിടെ പഠിക്കുന്നതിൻ്റെ രൂപമൊക്കെ വെച്ച് നമുക്ക് പറയുകയാണെങ്കിൽ എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യണം നിങ്ങൾ പറഞ്ഞു കൊടുക്കും. പിന്നെ എന്ത് പറഞ്ഞു കൊടുക്കും? സമാധാനത്തിലിരിക്കുക, സന്തോഷത്തിലിരിക്കുക. ഇവളെ കാര്യത്തിലേക്ക് ഇവളെപ്പം കരയുമ്പോൾ എനക്കും ടെൻഷനാണ്. ഞാൻ പറയും കരയണ്ട, ആ സമയമാകുമ്പോഴേക്ക് നമുക്ക് റെഡി ആയിക്കോളൂ എന്നുള്ളത്. നിങ്ങളെല്ലാം മീറ്റിങ്ങിനാ ഡെയിലി കേൾക്കൂ, രാത്രിയത്തെ എല്ലാ മീറ്റിംഗൊക്കെ കേൾക്കാറുണ്ട്. ഫുള്ളായിട്ട് ഇരുന്ന് കേൾക്കൂ. ഉമ്മാനെ വേണമെങ്കിൽ ഒരു നീറ്റ് എക്സാം ഒക്കെ എഴുതിപ്പിക്കാൻ തോന്നണല്ലേ? ഇപ്പൊ എന്താ പറയാനുള്ളത്? എനിക്ക് തോന്നിയിരുന്നത് ഇന്റർവ്യൂവിന് ഉമ്മ പറയും ഞാനിരിക്കില്ല ഇന്റർവ്യൂ എന്ന് പറഞ്ഞ ഉമ്മയാണ്. നല്ല പോയിന്റുകളൊക്കെ പറഞ്ഞിട്ട് അല്ല, ഇവിടെ ഒരു നല്ലൊരു ആഗ്രഹമായിരുന്നു ഒന്ന് ഡോക്ടറാകുന്നില്ല. അൽഹംദുലില്ലാ നമ്മളെല്ലാ സപ്പോർട്ടും കൊടുത്തു. അപ്പോൾ ഇവള് നീറ്റ് എഴുതു കിട്ടൂല എന്നുള്ള ഇത് വന്നേരം ഞാൻ പറഞ്ഞ് പ്രശ്നമില്ല, എൻ്റെ 2 ഫ്രണ്ടിന്റെ എബ്രോഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് കസാഖിസ്ഥാനിലും ഒന്ന് ജോർജിയയിലും ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നോക്കാം, നമുക്ക് അവരോട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്, നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാന്ന്. അപ്പോൾ ഇവരെ ആഗ്രഹം ഇതാക്കണ്ടെന്നുള്ള നിലക്ക് ഇവള് പറഞ്ഞു വേണ്ട പാപ്പ, ഞാൻ എങ്ങനെയെങ്കിലും പഠിച്ചിട്ട് എഴുതി തന്നെ എടുക്കണം എന്നുള്ള ഒരു വാശി ഉണ്ടായിരുന്നല്ലേ? അത് ചെയ്തെടുക്കുമ്പോഴൊരു രസം, അല്ലെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവുന്ന ഒരു എനർജി വേറെ തന്നെയാണല്ലേ? എക്സാം എഴുതുമ്പോൾ എന്ത് തോന്നിയിട്ടുണ്ടായിരുന്നു? രണ്ടാമത് എക്സാം എഴുതുമ്പോൾ എക്സാം കുറച്ച് ടഫായിരുന്നു. രണ്ടാമത് എക്സാം ഞാൻ കുറെ ടെൻഷൻ ഫ്രീ ആയിരുന്നു, കാരണം ഞാൻ ഐഷിൽ അഡ്മിഷൻ എടുത്തണേനു. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഇത് പോയാലും കുഴപ്പമില്ല, എനിക്കൊരു ഐഷ് ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ ഭയങ്കര ഫ്രീ ആയി ചെയ്തു. എൻ്റെ ഇപ്പുറം കുട്ടിയൊന്നും ഇല്ല, ഞാൻ ഈ ബെഞ്ചിൽ ഒറ്റക്ക്, ഞാൻ ഭയങ്കര ഡോപ്പ് എന്നുള്ള എക്സാം എന്നാലും കാലെല്ലാം നീട്ടി വെച്ച് ഭയങ്കര ഫ്രീ ആയിട്ട് മെല്ലെ ഭയങ്കര തെറ്റിയാലും കുഴപ്പമില്ല, കാണാത്ത ക്വസ്റ്റ്യനല്ലോ ഐഷിൽ കിട്ടിയതിൻ്റെ ഒരു ഇത് കുറെ ഓവറാക്കി, അങ്ങനെയല്ല ശരിയായതാ. എന്താ പറയാ, ഇതുവരെ ചെയ്യാത്ത ക്വസ്റ്റ്യനെല്ലാം ഞാൻ ഇത് ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ചെയ്താൽ കിട്ടും. ഇത് ചിലപ്പം ഇതേ ക്വസ്റ്റ്യൻ മറ്റേ ക്യാൻസലാക്കിയ നീറ്റിനോ ഞാൻ ചെയ്യൂല, കാരണം തെറ്റീനെങ്കിലോ പേടി ഉണ്ടാവും. പക്ഷെ ഇതെനിക്ക് തെറ്റീനെങ്കിലോ എന്നുള്ള പേടി ഇല്ലേനു, കാരണം തെറ്റിയാലും എനിക്കൊരു ഐഷ് ബാക്കിയുണ്ടല്ലോ. മാത്രല്ല തൊട്ടു മുന്നേത്തെ എക്സ്പീരിയൻസിൽ നമ്മളൊരു ഫെയിലിയർ അവിടെ എക്സ്പീരിയൻസ് ചെയ്തു. ഇനി ഫെയിലിയർ ഉണ്ടാവോ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും ഇല്ല, കിട്ടിയ സന്തോഷം എന്നുള്ള കാര്യമാണ് പിന്നെ ഉള്ളത് അല്ലേ? ഫെയിലായാലും കുഴപ്പമില്ല എന്ന് മനസ്സിലായി ഫസ്റ്റ്. അല്ലെങ്കിൽ ഫസ്റ്റത്തെ എക്സാമിനൊക്കെ അങ്ങനെയാണ്. ഇനിയിപ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ന് കിട്ടിയോ, പിന്നെ കിട്ടാണ്ടായാലും എനിക്ക് മനസ്സിലായി, കിട്ടാണ്ടായാലും ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല, ആരും എന്താ പറയാ ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, ലോകം അവസാനിക്കാനൊന്നും പോകുന്നില്ല. നമ്മളിങ്ങനെ ഉണ്ടാക്കിയ ഇമാജിനേഷൻ മാത്രമാണ്, അല്ലാതെ കിട്ടില്ല ഡിസിഷൻ കൊണ്ട് ചുറ്റുപാട് കുറെ ചേഞ്ചോ ഉപ്പക്ക് ഉമ്മക്കും ഇഷ്ടമുണ്ടാവുന്ന ഇഷ്ടമില്ലാണ്ടാവുകയോ അങ്ങനൊന്നും ആവുന്നൊന്നുമില്ല. മനസ്സിലായി 10 ദിവസം കൊണ്ട് അവരൊക്കെ അതേപോലെ തന്നെ എന്റെ ലൈഫ് സിറ്റുവേഷൻസും പഴയ പോലെ തന്നെ ഒരു മാറ്റമില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി കിട്ടിയാലും കുഴപ്പമില്ല, കിട്ടിയ അങ്ങനെയാണ് ഞാൻ റീനീറ്റ് എഴുതിയത്. എങ്ങനെയും ഒന്ന് കൈ കിട്ടിയാൽ മതി എന്നുള്ളതിൽ എനിക്ക് അറിയുന്നതെല്ലാം വെച്ച് ഭയങ്കര കൂളായിട്ട് എഴുതി. എനിക്ക് ടഫാന്നുള്ളതെല്ലാം ഞാൻ ഉമ്മാനോട് പുറത്തിറങ്ങി മനസ്സിലായത് ടഫായിരുന്നു. വലിയൊരു ഇതൊന്നും തോന്നിയിട്ടില്ലേ. എനിക്ക് തോന്നുന്നു അതന്നെ വൺ ഓഫ് ദ റീസൺ ആയതെന്നല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഒന്നുകൂടെ ഭയങ്കര നമുക്ക് ഡിസ്കഷന് ഈ വർഷത്തെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുന്ന രൂപത്തിലാകാൻ വേണ്ടി കൂടെ പറയാണ്. നിങ്ങൾ ചെയ്ത മേ ബി ഈ ഒരു സക്സസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കിട്ടിയ ഒരു 3 കാര്യങ്ങൾ എടുത്ത് പറയുകയാണ്. ഈ പ്രിപ്പറേഷനിൽ കേട്ടോ, പ്രിപ്പറേഷനിൽ ചെയ്ത കാര്യങ്ങൾ. തുടക്കത്തിൽ എക്സാം എഴുതുന്നതിലൊക്കെ ലാസ്റ്റ് ആവും, എന്നാലും കൺസിസ്റ്റൻ്റ് എക്സാമിൽ കീപ്പ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ നിങ്ങൾ ചെയ്ത സ്പെഷ്യലായി ചെയ്ത 2-3 കാര്യങ്ങൾ മേ ബി അടുത്ത കുട്ടികൾക്ക് ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി ഇൻസ്പിറേഷൻ ആവുന്ന രൂപത്തിൽ ഒന്നിട്ടുണ്ട്. എപ്പോഴും പഠിക്കുന്ന പോലെ പഠിക്കണം. അതായത് ഒന്നും നല്ലോണം കഴിയാണ്ടായാലല്ല, ഒന്ന് കഴിയാണ്ടായപ്പോൾ നമ്മൾ മടി പിടിച്ചിരിക്കാണ്ട് തലേന്ന് ഇങ്ങനെ പഠിച്ചിനല്ലോ, അപ്പോൾ ഇന്നും അത് പഠിക്കണ്ടേ വെച്ചപ്പോൾ നമ്മളെപ്പോൾ ഷോപ്പ് ചെയ്യണം. മീറ്റിംഗ് കേൾക്കുന്നതെല്ലാം നമ്മൾ ബ്ലൈൻഡായി ട്രസ്റ്റ് ചെയ്യണം. അതായത് ഒന്ന് റേറ്റിംഗ് ചെയ്യാൻ നിൽക്കരുത്. അത് സാർ പറയുന്ന പോലെ തന്നെ സംഭവിക്കും. പക്ഷെ ആരെ സപ്പോർട്ട് ചെയ്താലും നിങ്ങൾ പഠിക്കുന്നല്ലേ അതിന് പ്രാധാന്യമുള്ളതല്ലേ? അല്ല, ശരിക്കും ഞാൻ ഈ റീനീറ്റിന്റെ ടൈമിൽ അഷ്റഫ് സാർ ഡൗട്ട് ക്ലിയറൻസിന് വന്നിട്ട് ഞാൻ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഏറ്റവും ബേസ് ആയ ഒരു ക്വസ്റ്റ്യൻ സാറിനോട് ഡൗട്ട് ചോദിച്ചത്. സാർ എന്നോട് എന്താ കലമ്പോ ഒന്നും ചെയ്തില്ല, അത്രയും ഒരു പൊട്ടത്തര ചോദ്യം ചോദിച്ചത്. പക്ഷെ സാർ എനിക്ക് എന്നിട്ട് എന്താ പറയാ എല്ലാം ഫസ്റ്റ് നല്ലോണം പഠിപ്പിച്ചത്. അപ്പൊ ആ ഒരു മനസ്സെല്ലാവർക്കും ഉണ്ടാവില്ലല്ലോ, കാരണം ലാസ്റ്റോട്ടായിട്ട് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്ന കേട്ടാല് സാർ അങ്ങനെ പറഞ്ഞെന്ന് അങ്ങനെ തന്നെ ഡോപ്പന്റെ ഫാക്കൽറ്റീസിന്റെ സറൗണ്ടിങ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്ത നല്ല സറൗണ്ടിങ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ ഒരു ബാച്ചിൽ എല്ലാവരും നല്ല ലാസ്റ്റിലേക്ക് നല്ല സ്റ്റുഡിയസ് ആയിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. അതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ അല്ലേ?
അപ്പോൾ ഇനി റിസൾട്ട് വരട്ടെ, ഒഫീഷ്യലി റിസൾട്ട് വരുമ്പോഴാണ് നമുക്ക് മാർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയ റാങ്ക് അവിടെ എത്തുന്നു. ഇപ്പോഴത്തെ സ്കോറും പെർഫോമൻസ് ബേസ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്തൊരു റാങ്കിലേക്കും സ്കോറിലേക്കും ഇഷ്ടപ്പെട്ട കോളേജിലേക്കും എത്തേണ്ടത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇനിയും അടുത്ത വർഷത്തേക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വേണമെങ്കിൽ മെൻറ്ററൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നു അല്ലേ? അത്ര അധികം അനുഭവിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇനി ധൈര്യത്തിൽ ആർക്കും ഈ ഒരു അനുഭവം പറഞ്ഞു കൊടുക്കാന്നുള്ളത് അല്ലേ? കാരണം എല്ലാവരും ചോദിക്കാറുണ്ട് പ്രിപ്പറേഷൻ്റെ സമയത്ത് കരയോന്നൊക്കെ. എന്തിനാണ് ഈ കരയുന്നതെന്ന് ചോദിക്കാറുണ്ട് കുട്ടികൾ. കരയാത്ത കുട്ടികളായിരിക്കും. അല്ല, ഞങ്ങൾക്ക് കരയാൻ ചെറിയ കാരണമേ ഉള്ളൂ. ഞാൻ എപ്പോൾ കരയും, ഞാൻ ഇരുന്നാ കരയും, നിന്നാ കരയും, കുറച്ച് നേരം കരയും, ഞാൻ എപ്പോൾ കരയും. കാരണം എൻ്റെ വേ അങ്ങനെയാണ്, കരഞ്ഞ് തീർക്കലാണ് എനിക്കതേ ഉള്ളൂ ഒരു വഴി. ഞാൻ എന്തോ ചെയ്യും, ബട്ട് ഫസ്റ്റ് എനിക്ക് കരയണം. കരഞ്ഞ് തീർന്നാൽ എനിക്ക് ഓക്കെ ആവും, പിന്നെ പോയി പഠിച്ചോളൂ. അപ്പം ഈ വർഷം ഇപ്പം എഴുതാൻ പോകുന്നതിലൊരു സിംഗിൾ തിങ് പറയുകയാണെങ്കിൽ തുടങ്ങിയുള്ളൂ കേട്ടോ അവർ. ജസ്റ്റ് എല്ലാ ബുദ്ധിമുട്ടുണ്ട് തുടങ്ങിയതിൻ്റെ ഹോസ്റ്റൽ സംബന്ധമായിട്ടുള്ള അഡ്ജസ്റ്റിങ്, വേറെ കുട്ടികളായിട്ടുള്ള അഡ്ജസ്റ്റിങ്, ടൈം ഷെഡ്യൂള്, വീട്ടിൽ നിന്ന് 12 മണിക്കൂറൊന്നും ശീലമില്ലാത്ത കുട്ടികളെ ഇപ്പം ഞങ്ങൾ 12 മണിക്കൂർ ഇരുത്താൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ആ ഒരു ഫേസിൽ അവരോട് പറയാനുള്ളത്? അങ്ങനെ തന്നെ പോവാ, ഇങ്ങനെ തന്നെ പോവാ. ശരിക്കും ഒന്നും ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കണ്ട. ചെയ്യേണ്ട എപ്പോൾ തരുന്ന ഷെഡ്യൂൾ അങ്ങനെ തന്നെ ചെയ്തു പോയാൽ മതി. ലാസ്റ്റ് തൊട്ട് ആകുമ്പോഴത്തേക്ക് ഓക്കെ ആവും. ഞാൻ അത് മാത്രമേ ചെയ്തുള്ളൂ. ആ പ്ലാൻ അടക്കം നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ പ്രസന്റ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് അതിൽ ഫോളോ ചെയ്ത് പോയേക്കുക അല്ലേ? രാവിലെ ഇത് ചെയ്യുക, ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇത് ചെയ്യുക, ഇത് ക്ലാസ് ആണ്, പിന്നെ പ്രാക്ടീസ് ചെയ്യുക, അത് മാത്രം തന്നെ ചെയ്താൽ മതി. ഞാൻ അത്രേ ചെയ്തുള്ളൂ, ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്നും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള നുഫാൻ്റെ ഇതിലുള്ള കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി റിസൾട്ട് വരട്ടെ, നമുക്ക് ഉഷാറാക്കി വീണ്ടും കാണാനുണ്ട്. താങ്ക് യു.